എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, ആ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, അത് ഇബ്ലീസിന്റെ ശൈത്താനിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം തുടക്കം കുറിച്ചത് ഇബ്ലീസാണ് സ്വഹാബ. ആ സ്വഭാവത്തിന്റെ രചയിതാവ്, ആ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഉടമ അത് ഇബ്ലീസാണ് സ്വഹാബ. ആ സ്വഭാവം ഏതെല്ലാം ചെറുപ്പക്കാർക്കുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരികൾക്കുണ്ടോ, ഏതെല്ലാം ഉമ്മമാർക്കുണ്ടോ, ഏതെല്ലാം ബാപ്പമാർക്കുണ്ടോ, ആർക്കെങ്കിലും ആ സ്വഭാവമുണ്ടെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നൽ ശൈത്താന ഇഖ്വാനാ, അവര് ശൈത്താനിന്റെ കൂട്ടുകാരാണ്, അവര് ശൈത്താനിന്റെ സുഹൃത്തുക്കളാണ്, അവര് ശൈത്താനിന്റെ മക്കളാണ്, അവര് ശൈത്താനിന്റെ സ്വഭാവത്തെ, ഇബ്ലീസിന് അല്ലാഹു നൽകിയ ദുഷിച്ച സ്വഭാവത്തെ കടമെടുത്ത് ജീവിക്കുന്നവരാണ്. സ്വഹാബത്ത് ചോദിച്ച അത്രയും വലിയ ഗൗരവമുള്ള സ്വഭാവം ഏതാണ് നബിയേ? സന്തോഷമുള്ള കുടുംബജീവിതത്തിന് താറുമാറാക്കുന്ന, സ്നേഹത്തോടുകൂടി നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നല്ല ഇസ്സത്തോടെ കഴിഞ്ഞു പോകുന്ന സമുദായത്തിന്റെ ഇടയിലെ ഭിന്നതയുടെ ബോംബുകൾ വർഷിക്കുന്ന ഏറ്റവും മാരകമായ ആ സ്വഭാവം ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു തരാം, ആ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിന്റെ ഗൗരവം ഞാൻ വീണ്ടും പറഞ്ഞു തരട്ടെ സ്വഹാബ. ആ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അണുമണി തൂക്കം നിങ്ങളെ ഹൃദയത്തിലോ നിങ്ങളെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ ലാ യദ്ഖുലുൽ ജന്നാ, അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ വിദൂരത്താകും ആ സ്വഭാവത്തിന്റെ കാരണം കൊണ്ട്. അറിവിന്ദിലാവ് കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്വഹാബത്ത് ചോദിച്ചു, ഏത് സ്വഭാവമാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് ഇബ്ലീസിന്റെ സ്വഭാവമായ കിബറാണ് സ്വഹാബ. അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ.